അപ്പോൾ ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോമോളജി. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫില്ലർ പ്ലാന്റ് ഇൻ ക്വിൻഗങ് സിസ്റ്റം ഓഫ് പ്ലാന്റിംഗ്? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ഓഫ് പ്ലാന്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ് നമുക്ക് ഫില്ലർ പ്ലാന്റ് ആയിട്ട്? ക്വിൻഗങ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ഏതൊക്കെയായിരുന്നു ആ സിസ്റ്റംസ് ഒന്ന് പറഞ്ഞ് ജസ്റ്റ് സിസ്റ്റത്തിന്റെ നെയിം ഒന്ന് മെസ്സേജ് അയച്ചേ. ഏതൊക്കെയാണോ ഒന്ന് ചാറ്റ് ബോക്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ. ഏതൊക്കെയാണ് ഓർച്ചോർഡ് മാനേജ്മെന്റിനകത്ത്? ഫസ്റ്റ് വൺ ഏതാണ്? സ്ക്വയർ സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? സ്ക്വയർ സിസ്റ്റം ഉണ്ട്, ഹെക്സഗണൽ ഉണ്ട്, റെക്ടാങ്കുലർ ഉണ്ട്, ട്രയാങ്കുലർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോണ്ടൂർ സിസ്റ്റം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ക്വിൻഗങ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് സിമിലർ ടു എന്താണ്? സ്ക്വയർ സിസ്റ്റം ആയിട്ട് സിമിലർ ആണ്. നടുക്ക് എന്തെങ്കിലും ഒരു ഫില്ലർ പ്ലാന്റ്. ഈ ഫില്ലർ പ്ലാന്റിനുള്ള പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയുള്ള പ്ലാന്റാണ് നമ്മൾ ഫില്ലർ പ്ലാന്റ് ആയിട്ട് എടുക്കുന്നത്? എങ്ങനെയുള്ള പ്ലാന്റുകളായിരുന്നു ഫില്ലർ പ്ലാന്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ്? എങ്ങനെയുള്ള പ്ലാന്റ് ആയിരുന്നു? നമ്മൾ ഒരു മേജർ ആയിട്ടുള്ള ഒരു നമ്മുടെ മെയിൻ ക്രോപ്പ് മാംഗോ ആണ്, അല്ലെങ്കിൽ നമ്മുടെ മേജർ ക്രോപ്പിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയുള്ള ഒരു ക്രോപ്പാണ് നമ്മൾ ഫില്ലർ പ്ലാന്റ് ആയിട്ട് എടുക്കുന്നത്? അതിനുള്ള ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഡ്യൂറേഷൻ, അതായത് ഏർലി ബിയറിംഗ് ആയിട്ടുള്ള ക്രോപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഹൈറ്റ് വരുമ്പോൾ എങ്ങനെയാണ്? ഷോർട്ട് സ്റ്റേച്ചർ ആയിട്ടുള്ള ഏർലി ബിയറിംഗ് ആയിട്ടുള്ള. കാരണം നമ്മൾ ഫില്ലർ പ്ലാന്റ് ഒരു അഡീഷണൽ ഇൻകവും അതുപോലെ തന്നെ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് ഫില്ലർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മാംഗോ ഓർച്ചാർഡിലും ഫില്ലർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്രോപ്പ്, അല്ലെങ്കിൽ ഏതൊരു മെയിൻ ഓർച്ചാർഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള ക്രോപ്പ് ആയിരിക്കും? ഏർലി ബിയറിംഗ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റേച്ചർ പ്ലാന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ക്വിൻഗങ് സിസ്റ്റം പഠിച്ചപ്പോൾ ഞാൻ ഫില്ലർ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞത് ഇതെല്ലാം തന്നെ. ദാറ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. നമുക്ക് ഗോവ, പ്ലം, പപ്പായ ആണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫില്ലർ പ്ലാന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതെല്ലാം തന്നെ എന്തായിട്ട് യൂസ് ചെയ്യാം? ഫില്ലർ പ്ലാന്റ് ആയിട്ട് ക്വിൻഗങ് സിസ്റ്റം ഓഫ് പ്ലാന്റിംഗ് യൂസ് ചെയ്യാം. ഇതെല്ലാം വരികയാണെങ്കിൽ നമുക്ക് ഓൾ ഓഫ് ദീസ് കൊടുക്കാം. കോമൺലി യൂസ് ചെയ്യുന്നത് പപ്പായാണ്. ഓക്കെ, കാരണം ഈസിലി നമുക്ക് കൾട്ടിവേഷൻ ഈസിയാണ്, അല്ലെങ്കിൽ മറ്റ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള ക്രോപ്പ് അല്ല, പെട്ടെന്ന് നമുക്ക് ഈൽഡ് കിട്ടുന്ന ക്രോപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ പപ്പായ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റിംഗ് സിസ്റ്റം ഈസ് നോൺ ആസ് സെപ്റ്റ്യൂൾ സിസ്റ്റം? ഏത് സിസ്റ്റത്തെയാണ് നമ്മൾ സെപ്റ്റ്യൂൾ സിസ്റ്റം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി പറയുന്നത്. ദാറ്റ് ഇസ് എന്താണ്? എല്ലാവരും ഓപ്ഷൻ സി ആണ് പറയുന്നത്. ദാറ്റ് ഇസ് എന്താണ്? ഹെക്സഗണൽ സിസ്റ്റം. കറക്റ്റ് ആണ്. ഹെക്സഗണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഹെക്സഗണിന്റെ എന്താണ് 6 വശങ്ങളിലും അതുപോലെ തന്നെ നടുക്കൊരു പ്ലാന്റ് കാണും. അതാണ് ഹെക്സഗണൽ സിസ്റ്റം. നടുക്കൊരു പ്ലാന്റ് കൂടി ചേർത്ത് 7 പ്ലാന്റ് വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ സെപ്റ്റ്യൂൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതും ക്ലിയർ ആണ്, സെപ്റ്റ്യൂൾ സിസ്റ്റം. ഓക്കെ, അപ്പം സിസ്റ്റംസ് ഓഫ് പ്ലാനിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നോട്ട് ചെയ്യുക. ബാക്കി നമ്മൾ എന്റെ ക്ലാസ്സിൽ കറസ്പോണ്ടിങ് ക്ലാസ്സുകളിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മൾട്ടിപ്പിൾ ഫ്രൂട്ട്? ഏതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൽ? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. ഇറ്റ് ഇസ് ബോത്ത് എ ആൻഡ് ബി. അതായത് പൈനാപ്പിളും ഫിഗും രണ്ടും മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ കറക്റ്റ് ആണ്. എന്താണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കസ്റ്റാർഡ് ആപ്പിൾ, ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന കസ്റ്റാർഡ് ആപ്പിൾ ഏത് ഫ്രൂട്ട് ആണ്? ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന കസ്റ്റാർഡ് ആപ്പിൾ, യെസ്, അഗ്രിഗേറ്റ് കൊടുത്ത സെക്കൻഡ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് പഠിച്ചതിനകത്ത് ബേസ്ഡ് ഓൺ ഡെവലപ്മെന്റ് അനുസരിച്ച് നമ്മൾ സിമ്പിൾ ഫ്രൂട്ട്, അതുപോലെ തന്നെ എന്താണ് ബാക്കി നമുക്ക് മൾട്ടിപ്പിൾ ഫ്രൂട്ടും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഫ്രൂട്ടും. എങ്ങനെ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്? സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഫ്രൂട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു? ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം ഒരു സിമ്പിൾ ഫ്ലവറിന്റെ സിംഗിൾ ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് വൺ ഫ്ലവർ, യെസ്, ഒരു സിംഗിൾ ഫ്ലവറിന്റെ സിംഗിൾ ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ പിക്ചറൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലവറിന്റെ സിംഗിൾ ഫ്ലവറിന്റെ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഓവറീസ്, മോർ ദാൻ 2 അല്ലെങ്കിൽ മോർ ദാൻ 3 ഓവറീസിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം എന്താണ് എല്ലാവരും മറന്നുപോയോ? ബേസ്ഡ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ടിന് നമ്മൾ സിമ്പിൾ ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയാ? ഇൻഫ്ലോറസൻസ്. യെസ്, കറക്റ്റ്, ഇൻഫ്ലോറസൻസ്. അതായത് ഇൻഫ്ലോറസൻസ് എന്ന് പറയുമ്പോൾ കുറെ ഫ്ലവേഴ്സ്, അതായത് സെവറൽ ഓവറീസ് ഓഫ് സെവറൽ ഫ്ലവേഴ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് മറക്കരുത്. ഒരു സിംഗിൾ ഫ്രൂട്ടിൽ നിന്ന് ഒരു സിംഗിൾ ഓവറിൽ നിന്ന് ഒരു സിമ്പിൾ ഫ്രൂട്ട്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി ഒരു ഫ്രൂട്ടിന്റെ മോർ ദാൻ 2 അല്ലെങ്കിൽ മോർ ദാൻ മൾട്ടിപ്പിൾ ഓവറീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്.
മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫ്ലോറസെൻസ് എന്നിവരെ വരെ പേര്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിൾ പൈനാപ്പിൾ, ഫിഗൊക്കെയാണ്. പൈനാപ്പിളിന്റെ മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് പറയുന്ന പേരെന്തായിരുന്നു? പൈനാപ്പിളിന്റെ മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് യെസ്, സോറോസിസ്. സോറോസിസ് എന്ന് പറയുന്നത്. ഫിഗിന്റെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഫിഗിന്റെ സൈക്കോണിയം. ഫിഗിന്റെ സൈക്കോണിയം. ഓക്കെ. കസ്റ്റാർഡ് ആപ്പിൾ കൂടാണ്ട് നമുക്ക് അനനേഷ്യസ് ഫ്രൂട്ട്സ് എല്ലാം തന്നെ എന്താണ്? അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഗിബർലിൻസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. ഗിബർലിൻസ് ഡിഫറെന്റ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. അതിനകത്ത് ഗിബർലിൻസ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? റൂട്ട് ഇൻഡക്ഷൻ, വെയിറ്റ് കൺട്രോൾ, ഫോർ ഇൻഡ്യൂസിങ് പാർത്തനോകാർപ്പി ആൻഡ് ബോത്ത് എ ആൻഡ് ബി. ഏതാണ്? ഓപ്ഷൻ സി ആണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി. അതായത് എന്താണ്? ഫോർ ഇൻഡ്യൂസിങ് ഓപ്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫോർ ഇൻഡ്യൂസിങ് പാർത്തനോകാർപ്പിയാണ് ഗിബർലിൻസിൻ്റെത്. റൂട്ട് ഇൻഡക്ഷനും വീറ്റ് കൺട്രോളും ഏതാണ്? റൂട്ട് ഇൻഡക്ഷൻ ആൻഡ് വീറ്റ് കൺട്രോൾ. എന്റെ ആൻസർ ഫോർ ഇൻഡ്യൂസിങ് പാർത്തനോകാർപ്പിയാണ്. ഞാനത് സ്ലൈഡ് തരുമ്പോൾ മാറ്റാം. ഓക്സിൻസ്, റൂട്ട് ഇൻഡക്ഷൻ ഓക്സിൻ. ഏതാണ് വീറ്റ് കൺട്രോളിൽ ഉപയോഗിക്കുന്ന ഓക്സിൻ? ഏതാണ് വീറ്റ് കൺട്രോളിന്? S2,4-D. അപ്പം ഹെർബിസൈഡൽ ആക്ഷൻ കൂടിയുള്ള ഓക്സിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2,4-D. റൂട്ട് ഇൻഡക്ഷൻ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? റൂട്ട് ഇൻഡക്ഷന് നമ്മൾ കോമൺ ആയിട്ട് IBA. നമുക്ക് അതിനെ എങ്ങനെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്? നമ്മൾ കടയിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങുന്ന ഏത് ഫോമിലാണ്? റൂട്ടെക്സ് അല്ലെങ്കിൽ കെരാഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ റൂട്ടെക്സ് അല്ലെങ്കിൽ കെരാഡെക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ ട്രേഡ് നെയിം ഫോമിൽ വാങ്ങുന്നത്. ഓക്കെ. അപ്പൊ ഫോർ ഇൻഡ്യൂസിങ് പാർത്തനോകാർപ്പിയാണ് ഗിബർലിൻസ്. ഗിബർലിൻസിന് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലാതെ വേറെ ഏതൊക്കെ ഉണ്ടായിരുന്നു? പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലാതെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ആസ്പെക്ട് കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഗിബർലിൻസിന്റെ പല റോളിൽ ഇൻഡ്യൂസിങ് പാർത്തനോകാർപ്പി ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അത് കൂടാണ്ട് ഏതാണ്? സ്റ്റെം ഇലോങ്ങേഷൻ ഉണ്ട്. കറക്റ്റ് ആണ്. സ്റ്റെം ഇലോങ്ങേഷൻ ഉണ്ട് ഗിബർലിൻസ്. അതുപോലെ തന്നെ ഇനി ഒരിടം കൂടിയുണ്ട് ഇലോങ്ങേഷൻ. ഓക്കെ, ഗിബർലിൻസ് എല്ലാവരും ഇലോങ്ങേഷൻ പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. അത് കൂടാതെ നമുക്ക് എന്തുണ്ടായിരുന്നു? യെസ്, റൈറ്റ്. ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ഡോർമൻസി. ഇതിന് ഫ്ലവറിംഗ് ആസ്പെക്ട്സിൽ ഇത് ഹെൽപ്ഫുൾ ആണ്. ബ്രേക്കിംഗ് ഡോർമൻസി ആൻഡ് ഫോർ ഇൻഡ്യൂസിങ് പാർത്തനോകാർപ്പി. അത് രണ്ടും മേജർ ആയിട്ടുള്ള റോളാണ്. ഓക്കെ. അടുത്തത് വിച്ച് നേന്ത്രൻ ബനാന ഗോഡ് GI ടാഗ്. GI ടാഗ് കിട്ടിയത് ഏത് ബനാനയുടെ എക്കോ ടൈപ്പിനാണ്? ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ചെങ്ങാലിക്കോടൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. നമുക്ക് GI ടാഗ് കിട്ടിയ ക്രോപ്സിനെ പറ്റിയിട്ട് നമുക്ക് ചില എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് GI ടാഗ് കിട്ടിയ ഏതാണ്? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ റീസെന്റ് നമുക്ക് GI ടാഗ് കിട്ടിയതൊക്കെ ആയിട്ടുള്ള കുറെ ക്രോപ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചില എക്സാമുകൾക്ക് PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചെങ്ങാലിക്കോടൻ എവിടെയാണ്? ഏത് ഡിസ്ട്രിക്റ്റിലാണത്? ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? യെസ്, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ചെങ്ങാലിക്കോടൻ GI ടാഗ് കിട്ടിയ ബനാനയുടെ നേന്ത്രൻ ബനാനയാണ്. അത് അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്തത് NRC ഫോർ ബനാന. നമ്മൾ ഒരുപാട് NRCs പഠിച്ചിട്ടുണ്ടായിരുന്നു. നാഷണൽ റിസർച്ച് സെന്റർ. ഓപ്ഷൻ ബി പറയുന്നുണ്ട് ഒരാള്. ഓപ്ഷൻ സി പറയുന്നു. ഏതാണ്? NRC ഫോർ ബനാന ആണ് നമ്മൾ ചോദിച്ചത്. നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ബനാന. ദാറ്റ് ഇസ് ആക്ച്വലി ലൊക്കേറ്റഡ് ട്രിച്ചി. അതായത് NRC ട്രിച്ചിയിലാണ്. ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന കണ്ണാറ. ഓക്കെ, നമുക്ക് ബനാനയുമായിട്ട് റിലേറ്റഡ് ആണ്. കണ്ണാറയിൽ എന്താ ഉള്ളത്? യെസ്, BRS. അതായത് ബനാന റിസർച്ച് സ്റ്റേഷൻ കണ്ണാറ. ഓക്കെ, നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബനാന റിസർച്ച് സ്റ്റേഷൻ ആണ്. അവിടെ നിന്ന് നമുക്ക് BRS1 BRS2 എന്ന് പറയുന്ന ഹൈബ്രിഡ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് POP പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക. ഓക്കെ. അപ്പൊ ഇത് മാറിപ്പോരുത്. NRC ചോദിക്കുമ്പോൾ ട്രിച്ചിയാണ്. ഓക്കെ. അപ്പം ബനാനയുടെ എല്ലാ ക്രോപ്സിന്റെയും NRCs നമ്മൾ ഒരു ലിസ്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർത്തു വെക്കുക. ഓക്കെ. പെഡവാഗിയിൽ ഏതാണ്? ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്ന പെഡവാഗിയിൽ ഏത് NRC ആയിരുന്നു? യെസ്, ഓയിൽ പാം. ഓക്കെ. അടുത്തത് കോളിഫ്ലോറസ് ബിയറിംഗ് ഹാബിറ്റ് ക്യാൻ ബി സീൻ. ഈ ക്രോപ്പിൽ ഏതിലൊക്കെയാണ് കോളിഫ്ലോറസ് ബിയറിംഗ് ഹാബിറ്റ് ഉള്ളത്? ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. എന്തായിരുന്നു? ബിഫോർ ദാറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോളിഫ്ലോറസ് ബിയറിംഗ് ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിയറിംഗ് ഹാബിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടെർമിനൽ ബിയറിംഗും അതുപോലെ തന്നെ കോളിഫ്ലോറസ് ബിയറിംഗ് ഹാബിറ്റ് ഒക്കെ. കോളിഫ്ലോറസ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച്, അതായത് നമുക്ക് ട്രങ്കിൽ തന്നെ ബിയർ ചെയ്ത് കിടക്കുന്നതിനാണ് നമ്മൾ കോളിഫ്ലോറസ് ബിയറിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത്. കൊക്കോ അങ്ങനെയാണ്, ജാക്ക് ഫ്രൂട്ട് അങ്ങനെയാണ്, ജെറോട്ടിക്കാബ് അങ്ങനെയാണ്. സോ ആൻസർ ഇസ് ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. കോളിഫ്ലോറസ് ബിയറിംഗ് ഹാബിറ്റ് ആണുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്തത് വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ. NRC ഫോർ സിട്രസ് ഈസ് ലൊക്കേറ്റഡ്.
ഏതാണ്? NRC ഫോർ സിട്രസ്. യെസ്, ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ എ, ദാറ്റ് ഇസ് നാഗ്പൂർ. നാഗ്പൂരിലാണ് NRC ഫോർ സിട്രസ് ഉള്ളത്. ഈ പൂനെയിൽ ഏത് NRC ആയിരുന്നു ഉള്ളത്? പൂനെയില് യെസ്, പൂനെയില് ഗ്രേപ്സ് ആണ്. ഗ്രേപ്സ്. സൊളാനിൽ എന്തായിരുന്നു ഉള്ളത്? യെസ്, മഷ്റൂം ആണ്. മഷ്റൂം. അജ്മീർ എന്തായിരുന്നു? അജ്മീറില് സീഡ് സ്പൈസസ് എന്ന് നോക്കിയാൽ നമുക്ക് ക്യുമിൻ അങ്ങനെയുള്ള സീഡ് സ്പൈസസ് ഒക്കെയാണ് നമുക്ക് എവിടെ? NRC ഫോർ സീഡ് സ്പൈസസ് ആണ്. നമുക്ക് സ്പൈസസ് മാത്രം പറഞ്ഞു നിർത്തരുത് കേട്ടോ. സ്പൈസസിൽ നമുക്ക് ഒരുപാട് സ്പൈസസ് വരുന്നുണ്ട്. സീഡ് സ്പൈസ് ഉണ്ട്, ഹെർബൽ സ്പൈസ് ഉണ്ട്, ട്രീ സ്പൈസ് ഉണ്ട്, അങ്ങനെയുണ്ട്. സോ NRC ഫോർ സീഡ് സ്പൈസ് ആണ് അജ്മീർ രാജസ്ഥാനിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഡിഫറെന്റ് NRCസും ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കുക. നമുക്ക് NRC ഫോർ കാഷ്യൂ ഒക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ നമുക്ക് സിട്രസോ അല്ലെങ്കിൽ ബനാന അങ്ങനെ ഡിഫറെന്റ് ഫുഡ് ക്രോപ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് ഓയിൽ പാം ഉണ്ട്, കാഷ്യൂ ഉണ്ട്, ദെൻ മഷ്റൂം ഉണ്ട്, ദെൻ എന്താണ് നമ്മുടെ ഓർക്കിഡ്സ്. NRC ഫോർ ഓർക്കിഡ്സ് എവിടെയായിരുന്നു? NRC ഫോർ ഓർക്കിഡ് സിക്കിം, പാക്യാങ് സിക്കിമിലാണ് NRC ഫോർ ഓർക്കിഡ്സ് ഉള്ളത്. അപ്പൊ അതെല്ലാം ഓർത്ത് വെക്കുക. ഓക്കെ. അടുത്തത് വിച്ച് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റ് വിച്ച് ഹോർമോൺ ഈസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സ്ട്രെസ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് യെസ് കറക്റ്റ് ആയത് അബ്സിസിക് ആസിഡ്, ABA അല്ലെങ്കിൽ അബ്സിസിക് ആസിഡിനാണ്. എഥിലീന്റെ റോൾ എന്തായി? എന്താ പറയാ? എഥിലീന്റെ മേജർ റോൾ എന്താ? യെസ്, റൈപ്പനിങ് ഹോർമോൺ എന്നാണ് നമ്മൾ എഥിലീനെ അറിയപ്പെടുന്നത്. മാലിക് ഹൈഡ്രസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? MHന്റെ പ്രശ്നം എന്താ അത്? MH ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഗ്രോത്ത് റിട്ടാർഡന്റ് ആണ്. അതായത് സ്പ്രൗട്ടിങ്, നമ്മുടെ പൊട്ടറ്റോ, ഓണിയനൊക്കെ സ്പ്രൗട്ടിങ് പ്രിവെന്റ് ചെയ്യുന്നു. സ്പ്രൗട്ട് എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് ആണല്ലോ. അപ്പൊ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യുന്നത് ഗ്രോത്ത് റിട്ടാർഡ് മാലിക് ഹൈഡ്രസൈഡ്. NA നാച്ചുറൽ ടോക്സിൻ ആണ് NA. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഫോർ ടിഷ്യൂ കൾച്ചർ നിയന്ത്രൺ ബനാന. ക്വസ്റ്റ്യൻ ഇസ് ടിഷ്യൂ കൾച്ചർ നിയന്ത്രൺ ബനാന. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി പറയുന്നുണ്ട്. എപ്പോഴും റെക്കമെൻഡേഷൻ നമ്മൾ പറയുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ ജനറൽ നോർമലി പറയുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന്റെ ഗ്രാം പെർ പ്ലാന്റ് ആണോ, കിലോഗ്രാം പെർ ഹെക്ടർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പറഞ്ഞതേ ഉള്ളൂ. ദിസ് 300, 150, 450 എന്നാണ് പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് 300, 115, 450 ഗ്രാം പെർ പ്ലാന്റ് ഫോർ ടിഷ്യൂ കൾച്ചർ നിയന്ത്രൺ ബനാന. അല്ലാതെ നമുക്ക് നിയന്ത്രൺ ബനാനയുടെ ഏതാണ് ഇതിനകത്ത് ബാക്കി ഏത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ്? യെസ്, ഓപ്ഷൻ എ, ദാറ്റ് ഇസ് 190, 150, 300. ഇതിന്റെ 6 ഡിഫറെന്റ് സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നോക്കുക. ഇനി ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന 200, 200, 400 അതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമുക്ക് POPയിൽ മെയിൻ ആയിട്ട് യെസ് ഞാലിപ്പൂവിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ് 200, 200, 400 എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. അത് നമുക്ക് ടേബിളിന്റെ താഴെ നമുക്ക് ടേബിളിലായിട്ട് നമുക്ക് 190, 190, 115, 300ന്റെയും അതുപോലെ തന്നെ 300, 115, 450 ടിഷ്യൂ കൾച്ചറിന്റെയും സ്പ്ലിറ്റ് ഡോസ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ സ്പെസിഫിക് കണ്ടീഷൻസ് കോണാട്ടുകര റീജിയനിൽ അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് 200, 200, 400 ഗ്രാം പെർ പ്ലാന്റ് ഫോർ എന്തിന്? ഞാലിപ്പൂവൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോഫ്റ്റ് വുഡ് കട്ടിങ്സ് ആർ ഓൾസോ ആണ്. സോഫ്റ്റ് വുഡ് കട്ടിങ്സിന് നമ്മൾ എന്താ പറയാ? സോഫ്റ്റ് സ്റ്റെം കട്ടിങ്സ്, ഗ്രീൻ വുഡ് കട്ടിങ്സ്, ഹെർബേഷ്യസ് കട്ടിങ്സ് ആൻഡ് ബോത്ത് A and B. ഏതാണ്? നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഈ അടുത്തിടെ കഴിഞ്ഞ ഓപ്ഷൻ ഡി ബോത്ത് A and B എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി അല്ല, സോറി, ഓപ്ഷൻ ഡി ആണിത്. ഓപ്ഷൻ ഡി ബോത്ത് A and B എന്ന് പറയുന്നുണ്ട്. ഏതാണ്? ആൻസർ ഇസ് ഗ്രീൻ വുഡ് കട്ടിങ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് സ്റ്റെം കട്ടിങ്സ് എന്നുള്ളൊരു ടേം നമ്മൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഒരു ടേം ഇല്ല. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കട്ടിങ്സിനകത്ത് നമുക്ക് ഹാർഡ് വുഡ്, സെമി ഹാർഡ് വുഡ്, സോഫ്റ്റ് വുഡ്, ഹെർബേഷ്യസ്. അപ്പൊ ഓപ്ഷൻ സിയിൽ വരുന്ന ഹെർബേഷ്യസ് അല്ല. പിന്നെന്താണ്? സോഫ്റ്റ് വുഡ് കട്ടിങ്സ് പറയുമ്പോൾ ഗ്രീൻ വുഡ് കട്ടിങ്സ് ആണ് പറയുന്നത്. നമുക്കത് ഇപ്പൊ കഴിഞ്ഞ നമുക്ക് ഡിസ്കസ് ചെയ്തതാണ്. ഫാർമസിസ്റ്റിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓർക്കുക. സോഫ്റ്റ് വുഡ് കട്ടിങ്ങിനെ നമ്മൾ ഗ്രീൻ വുഡ് കട്ടിങ്സ് എന്ന് പറയും. ഓക്കെ, നമുക്കറിയാലോ. കാരണം പ്രയർ ടു ലിഗ്നിഫിക്കേഷൻ സംഭവിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ ആ എന്തെടുക്കുന്നത്, അത്തരത്തിലുള്ള സ്റ്റെമ്മിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തായിരിക്കും? ഒരു ഗ്രീൻ ഒരു കളർ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ഗ്രീൻ വുഡ് കട്ടിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സിന്ദൂർ ഈസ് എ വെറൈറ്റി. സിന്ദൂർ എന്തിന്റെ വെറൈറ്റി ആണ്? ഓപ്ഷൻ സി പറയുന്നത്. ഓപ്ഷൻ സി, അതായത്
യെസ്, ജാക്ക് ഫ്രൂട്ട്. ഓറഞ്ച് കളേർഡ് ഫ്ലഷ് ഉള്ള സിന്ദൂർ വെറൈറ്റിക്ക് പ്രത്യേകത ഉള്ളത് ഓറഞ്ച് കളേർഡ് ഫ്ലഷ് ഉള്ള വെറൈറ്റിയാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് സിന്ദൂർ എന്ന് പറയുന്നത്. ജാക്ക് ഫ്രൂട്ടിന്റെ വെറൈറ്റിയാണ്. ഇത് കൂടാതെ നമുക്ക് സിംഗപ്പൂർ ജാക്ക്, മുട്ടൻ വരിക്ക, അങ്ങനെ നമുക്ക് വേറെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ പീച്ചിപ്പാറ എന്ന് പറഞ്ഞിട്ട് പുതിയ വെറൈറ്റി കൂടി നമുക്ക് POP ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ളത്, അതെല്ലാവർക്കും അറിയാമല്ലോ. ജാക്ക് ഫ്രൂട്ട് 2 ടൈപ്സ്. ഏതൊക്കെയാ 2 ടൈപ്സ്? നമ്മൾ സാധാരണ ചക്ക 2 തരത്തിൽ പറയും. ഏതൊക്കെയാ ചക്ക? യെസ്, വരിക്കച്ചക്കയും അതുപോലുള്ള കൂഴച്ചക്കയും. അതായത് സോഫ്റ്റ് ഫ്ലഷ്ഡ്, ഫേം ഫ്ലഷ്ഡ്. ഫേം ഫ്ലഷ്ഡ് വരിക്കച്ചക്ക, സോഫ്റ്റ് ഫ്ലഷ്ഡ് കൂഴച്ചക്ക. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ട് POP പറയുന്നുണ്ട്. അപ്പൊ അതുകൂടി നോക്കുക. ഓക്കെ, അടുത്തത് ചൂസ് ദ ഇൻകറക്റ്റ് പെയർ ഓഫ് പ്രൊപ്പഗേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. പല ക്രോപ്സിന്റെ പ്രൊപ്പഗേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എന്താ പറയാ, ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി പറയുന്നു. ദർ ഇസ് നൺ ഓഫ് ദീസ്. ഇതൊന്നും ഇൻകറക്റ്റ് അല്ല, എല്ലാം കറക്റ്റ് ആണെന്നുള്ളതാണ്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, നൺ ഓഫ് ദീസ്. ലില്ലി ഓക്കെ, ബൾബാണ്, അറിയാം. പൊട്ടറ്റോ നമുക്ക് സ്റ്റെം ട്യൂബർ ആണ്. ഗ്ലാഡിയോലസിന്റെ കോം അല്ലെങ്കിൽ കോമൽസ്, ചെറിയ കോമൽസ് നമുക്ക് ഉപയോഗിക്കും. ലില്ലിയില് ബൾബാണ്. എന്ത് തരത്തിലുള്ള ബൾബാണ്? ബൾബ് തന്നെ നമ്മൾ ട്യൂണിക്കേറ്റ് ബൾബ് എന്നും നോൺ ട്യൂണിക്കേറ്റ് ബൾബ്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതാണ്? ലില്ലി എന്ന് പറയുന്നത് നോൺ ട്യൂണിക്കേറ്റ്, അതായത് പ്രൊട്ടക്റ്റീവ് അല്ല, ഔട്ടർ പ്രൊട്ടക്റ്റീവ് സ്കെയിൽസ് ഉള്ളതാണ് നമ്മൾ ട്യൂണിക്കേറ്റ് ബൾബ് എന്ന് പറയുന്നത്. ട്യൂണിക്കേറ്റ് ബൾബിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ട്യൂണിക്കേറ്റ് ബൾബിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ഒണിയനൊക്കെ ട്യൂണിക്കേറ്റ് ബൾബ്സ് ആണ്. നോൺ ട്യൂണിക്കേറ്റ് ലില്ലി എന്ന് പറയുന്നത് അതിനാ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഇല്ല, അതാണ് നോൺ ട്യൂണിക്കേറ്റ് ബൾബ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതെല്ലാം പ്രൊപ്പഗേറ്റീവ് സ്ട്രക്ചേഴ്സ് കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ദർ ഇസ് നൺ ഓഫ് ദീസ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രൊപ്പഗേറ്റഡ് ബൈ സക്കേഴ്സ്. സക്കർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാത്തത് ഇതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട് എല്ലാവരും. എല്ലാവരും ഓപ്ഷൻ എ ആണോ പറയുന്നത്? കുറച്ച് പേര് ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഈ ക്വസ്റ്റ്യനകത്ത് ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യം ഇല്ലായിരുന്നു. കൺഫ്യൂഷൻ വരത്തില്ലെന്ന് കരുതിയതാ. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് കാർഡമം. കാർഡമം എന്ത് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സക്കേഴ്സ് വഴിയാണോ നമ്മൾ കാർഡമം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? കാർഡമത്തിന്റെ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽ എന്താണ്? സീഡ് എന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. കാർഡമം ഇസ് പ്രൊപ്പഗേറ്റഡ് ബൈ, എങ്ങനെയാണ് നമ്മൾ സീഡ് പ്രൊപ്പഗേഷനെക്കാളും ഏതാണ് കാർഡമത്തിന്റെ പ്രൊപ്പഗേഷൻ? റൈസോം ആണ്. നമ്മൾ ടർമറിക്, ജിഞ്ചർ, കാർഡമം എല്ലാം റൈസോം വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കറി ലീഫ് എന്ത് വെച്ചാൽ കൺഫ്യൂഷൻ വന്നത്? കറി ലീഫിന്റെ പ്രൊപ്പഗേറ്റിംഗ് സ്ട്രക്ചർ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? റൂട്ട് സക്കേഴ്സ് ആണ്. അപ്പൊ അത് സക്കറാണ്. സക്കേഴ്സ് വഴി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് ബനാന, പൈനാപ്പിൾ, കറി ലീഫ്, ക്രൈസാന്തമം. ഇതെല്ലാം നമ്മൾ അവിടെ ആ എക്സാമ്പിൾസ് സക്കേഴ്സിന്റെ അണ്ടറിൽ പഠിച്ചതായിരുന്നു. കറി ലീഫ് കൺഫ്യൂഷൻ വരണ്ട. കറി ലീഫ് എന്ന് പറയുന്നത് റൂട്ട് സക്കർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, കറി ലീഫ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് സക്കേഴ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. കാർഡമം എന്ന് പറയുന്നത് റൈസോം വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് കൺഫ്യൂഷൻ വരണ്ട കേട്ടോ. ഇനി അടുത്തത് ചൂസ് ദ കറക്റ്റ് പെയർ. ഏതാണ് കറക്റ്റ് പെയർ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഡ്ഡിങ്ങും അതിന്റെ എക്സാമ്പിൾസും ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓപ്ഷൻ ബി, അതായത് ഏതാണ്? പാച്ച് ബഡ്ഡിങ്. യെസ്, കറക്റ്റ് ആണ്. പാച്ച് ബഡ്ഡിങ് നമ്മൾ റബ്ബറിൽ ചെയ്യുന്ന മെത്തേഡാണ്. നമുക്ക് ടീ ബഡ്ഡിങ് എവിടെ? ഈ റോസിന്റെ ബഡ്ഡിങ് മെത്തേഡ് ഏതായിരുന്നു? ടീ ബഡ്ഡിങ് അല്ലെങ്കിൽ ഷീൽഡ് ബഡ്ഡിങ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് റോസിലാണ് ചെയ്യുന്നത്. റോസ് നമ്മൾ ബഡ്ഡിങ് അല്ലാതെ നമ്മൾ ഒരു മെത്തേഡ് കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യും. അത് ഏതായിരുന്നു? റോസിനെ നമുക്ക് ബഡ്ഡിങ് അല്ലാതെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? കോമൺ ആയിട്ട് എന്താണ്? ഹാർഡ് വുഡ് കട്ടിങ്സ്. ഹാർഡ് വുഡ് കട്ടിങ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സ്റ്റെം കട്ടിങ്സ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഹാർഡ് വുഡ് കട്ടിങ്സ്. ഓക്കെ, അടുത്ത ചൂസ് ദ ഇൻകറക്റ്റ് പെയർ ഓഫ് വെറൈറ്റീസ്. ക്രോപ്പും അതിന്റെ വെറൈറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് പറയുന്നത്. ഓപ്ഷൻ സി, ഇൻകറക്റ്റ് പെയർ. യെസ്, ഓപ്ഷൻ സി, അമൃത എന്ന് പറയുന്നത് ഗോവയുടെ വെറൈറ്റി അല്ല. എന്തിന്റെ വെറൈറ്റി ആണ്? പൈനാപ്പിളിന്റെ വെറൈറ്റി. അമൃത എന്ന് പറയുന്നത് ഒരു F1 ഹൈബ്രിഡ് ആണ്. അതിന്റെ ക്രോസ് എന്ന് പറഞ്ഞേ. PRS, പൈനാപ്പിൾ റിസർവേഷൻ, PRS വെള്ളാണിക്കര റിലീസ് ചെയ്തൊരു വെറൈറ്റി ആണ്. അതിന്റെ ക്രോസ് എങ്ങനെയായിരുന്നു? പേരൻസ് യെസ്, റിപ്ലേക്യൂൻ ആണ് അമൃത എന്ന് പറയുന്നത്. അത് പൈനാപ്പിളിന്റെ വെറൈറ്റി ആണ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. പപ്പായ, പൂസാൻ, പൂസാനയുടെ പ്രത്യേകത പേര് പറയുന്ന പോലെ തന്നെ
എന്താണ് അൾട്രാ ഡോർക്ക് വെറൈറ്റി ആണ്. ഡോർക്ക് വെറൈറ്റി ആണ് പുസാൻ അന്ന എന്ന് പറയുന്നത്. മാംഗോയുടെ വെറൈറ്റി ആണ് ആലംപൂർ ബനേഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പോളി എംബ്രിയോണിക് വെറൈറ്റീസ് ഓഫ് മാംഗോ. മോണോ എംബ്രിയോണി, പോളി എംബ്രിയോണി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മാംഗോയുടെ പോളി എംബ്രിയോണിക് വെറൈറ്റീസ് ഓപ്ഷൻ ഡി ആണ് എല്ലാവരും പറയുന്നത്. യെസ്, ഓപ്ഷൻ ഡി. അതായത് വെള്ളയക്കുളുമ്പൻ, മൂവാണ്ടൻ, ഗോവ, ഇത് കൂടാണ്ട് ബപ്പക്കെ, അങ്ങനെ വേറെ വെറൈറ്റീസ് ഉണ്ട്. അപ്പം എല്ലാവരും പോളി എംബ്രിയോണി എന്ന് പറയുന്ന നമ്മുടെ പ്രൊപ്പഗേഷന്റെ ആസ്പെക്ട് നോക്കുക. അതിനകത്ത് മാംഗോയിലാണ് ഈ പറയുന്ന എല്ലാം തന്നെ പോളി എംബ്രിയോണിക് വെറൈറ്റീസ് ആണ്. വെള്ളയക്കുളുമ്പൻ, മൂവാണ്ടൻ, അതുപോലെ തന്നെ ഗോവ വെറൈറ്റി. ഓക്കെ, അപ്പൊ അത് നോക്കി വെക്കാം. അടുത്തത് ഡാഷ് ഇസ് ദ ബെസ്റ്റ് റൂട്ട് സ്റ്റോക്ക് ഫോർ ഇനാർച്ചിങ് സപ്പോർട്ട. സപ്പോർട്ടയുടെ ഇനാർച്ചിങ്ങിന് ഓപ്ഷൻ സി പറയുന്നുണ്ട്. ഓപ്ഷൻ സി, അതായത് ബോത്ത് എ ആൻഡ് ബി എന്ന്. ബോത്ത് എ ആൻഡ് ബി എന്ന് എല്ലാവരും ഓപ്ഷൻ സി ആണ് പറയുന്നത്. യെസ്, യെസ്. കിർണി അല്ലെങ്കിൽ റയാൻ എന്ന് പറയും. കിർണി അല്ലെങ്കിൽ റയാൻ. അതിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? സയന്റിഫിക് നെയിം എന്താണ്? ഹെക്സാൻഡ്ര. എന്ത് ഹെക്സാൻഡ്രയാണ്? മെനിൽക്കാര ഹെക്സാൻഡ്ര. മെനിൽക്കാര ഹെക്സാൻഡ്ര എന്ന് അതുകൂടി ഓർത്ത് വെക്കുക. നമ്മൾ മെനിൽക്കാര സപ്പോർട്ട അല്ലെങ്കിൽ എക്രസ് സപ്പോർട്ട എന്നാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്. സപ്പോർട്ടയുടെ സയന്റിഫിക് നെയിം മെനിൽക്കാര ഹെക്സാൻഡ്ര ആണ്. കിർണി അല്ലെങ്കിൽ റയാൻ നമ്മൾ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഇനാർച്ചിന് അല്ലെങ്കിൽ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗിന് യൂസ് ചെയ്യുന്ന ബെസ്റ്റ് റൂട്ട് സ്റ്റോക്ക്. ഓക്കെ, അത് നമുക്ക് POP എടുത്ത് പറയുന്നതാണ്, അത് ഓർത്ത് വെക്കുക. അടുത്തത് ഇൻ ഡാഷ് സിസ്റ്റം ദ മെയിൻ സ്റ്റെം ഈസ് allowed to grow to a certain height only and then the leader is headed back to encourage the growth of lateral scaffold branches. കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് സിസ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏത് സിസ്റ്റത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്? മെയിൻ സ്റ്റെം ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തുമ്പോൾ അതിന്റെ ഗ്രോത്ത് നിർത്തിയിട്ട് നമ്മൾ അതിന്റെ ലാറ്ററൽ സ്കാഫോൾഡ് ബ്രാഞ്ചസ് വരുന്നത്. ഓപ്പൺ സെൻട്രൽ സിസ്റ്റം ആണോ, ക്ലോസ്ഡ് സെൻട്രൽ സിസ്റ്റം ആണോ, സെൻട്രൽ ലീഡ് സിസ്റ്റം ആണോ? ബോത്ത് ബി ആൻഡ് സി. ഓപ്ഷൻ ഡി കുറച്ച് പേര് പറയുന്നു, ബോത്ത് ബി ആൻഡ് സി. അതായത് ക്ലോസ്ഡ് സെന്ററും സെൻട്രൽ ലീഡറും എന്ന് പറയുന്നു. ഓപ്ഷൻ എ പറയുന്നുണ്ട് ഓപ്പൺ സെൻട്രൽ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ബിയും എയും പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ആ സിസ്റ്റംസ് അല്ലെങ്കിൽ ട്രെയിനിങ് സിസ്റ്റംസ് തിരിഞ്ഞെടുക്കാൻ തോന്നുന്നു. ഓപ്ഷൻ എ കുറെ പേര് പറയുന്നുണ്ട്. എന്താണ്, നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ എ. നമുക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ലല്ലോ. എന്താണ്? ദ മെയിൻ സ്റ്റെം ഈസ് അലൗഡ് ടു ഗ്രോ എ എന്താണ് സർട്ടൻ ഹൈറ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് ആദ്യം നമുക്ക് ഓപ്ഷൻ ബിയും സിയും നോക്കാം. അതായത് സെൻട്രൽ ലീഡർ സിസ്റ്റത്തിന് നമ്മൾ മറ്റൊരു പേര് പറയുന്നത് ക്ലോസ്ഡ് സെൻട്രൽ ലീഡർ സിസ്റ്റം. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ മെയിൻ സ്റ്റെം കണ്ടിന്യൂസ് ടു ഗ്രോ. അതാണ് നമുക്ക് സെൻട്രൽ ലീഡർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ സ്കാഫോൾഡ് ബ്രാഞ്ചസ് ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ഡിസ്റ്റൻസിൽ ബാക്കി ബ്രാഞ്ചസ് ഇങ്ങനെ വളർന്നു പോകുന്നു. നമുക്ക് മെയിൻ സ്റ്റെമിന് ഗ്രോത്ത് മുകളിലേക്ക് പോകുന്നതിനാണ് സെൻട്രൽ ലീഡർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെന്റർ സിസ്റ്റം. അപ്പൊ അത് കൺഫ്യൂഷൻ വേണ്ട, അത് രണ്ടും കഴിഞ്ഞു. ഓപ്പൺ സെന്റർ അല്ലെങ്കിൽ ഓപ്പൺ സെന്ററിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ഓപ്പൺ സെന്റർ സിസ്റ്റം അല്ലെങ്കിൽ ബേസ് ഷേപ്ഡ് സിസ്റ്റം. യെസ്, കറക്റ്റ്, ബേസ് ഷേപ്ഡ് സിസ്റ്റം. അവിടെ എന്താ ചെയ്യുന്നത്? മെയിൻ സ്റ്റെം ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തിക്കഴിയുമ്പോൾ അതിന്റെ ഗ്രോത്തിനെ അവിടെ വെച്ച് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ലാറ്ററൽ, അതായത് സ്കഫോൾഡ് ലാറ്ററൽ ബ്രാഞ്ചസിനെ ഗ്രോ ചെയ്യാൻ അനുവദിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഒരു മെയിൻ സ്റ്റെം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വളർന്നു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ലീഡ് സിസ്റ്റം. ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി സ്കഫോൾഡ് ബ്രാഞ്ചസ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ബേസ് ഷേപ്ഡ് സിസ്റ്റം, ഒരു ബേസിന്റെ ഷേപ്പ് വരും. സോ നമ്മൾ ബേസ് ഷേപ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ബേസ് സിസ്റ്റംസ് ഓഫ് പ്ലാന്റിങ് മാറിപ്പോകരുത്. മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു? സെൻട്രൽ ലീഡർ സിസ്റ്റം അല്ലെങ്കിൽ ക്ലോസ്ഡ് സെൻട്രൽ സിസ്റ്റം, then ഓപ്പൺ സെൻട്രൽ സിസ്റ്റം അല്ലെങ്കിൽ ബേസ് ഷേപ്ഡ് സിസ്റ്റം. ഇനി മൂന്നാമത്തെ ഏതായിരുന്നു? മൂന്നാമത്തെ ഇത് നമ്മള് മോഡിഫൈഡ് ലീഡർ സിസ്റ്റം പഠിച്ചു. അപ്പൊ അത് ഓർത്ത് വെക്കാം. ഇത് നമുക്ക് എന്താണ് എന്താ പറയാ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കാം കേട്ടോ, മാറിപ്പോരുത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഈ ഡെഫിനേഷൻ നമ്മളിങ്ങനെ നീട്ടി വലിച്ച് ഡെഫിനേഷൻ കാണുമ്പോൾ അതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമ്മൾ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് ആ സെന്റൻസ് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അടുത്തത് ടെലിഫോൺ സിസ്റ്റം ഓഫ് ട്രെയിനിങ് ഇസ്റ്റോൺസ്. ഈ കുറച്ച് ട്രെയിനിങ് സിസ്റ്റത്തിന് മറ്റു പേരുകളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതൊക്കെയാണ്. ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഓപ്ഷൻ ബി ആണ് പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ്? ഓവർ ഹെഡ് ട്രെൻഡി സിസ്റ്റം. കറക്റ്റ് ആണ്. ടെലിഫോൺ സിസ്റ്റത്തിന് നമ്മൾ ഓവർ ഹെഡ് ട്രെൻഡി സിസ്റ്റം എന്ന് പറയും.
both A and B, or both A and C, ബവർ സിസ്റ്റം പെർഗോള സിസ്റ്റം എന്നിന്റെ മറ്റൊരു പേരാണ്. ബവർ സിസ്റ്റം അല്ലെങ്കിൽ പെർഗോള സിസ്റ്റം എന്ന് പറയുന്നത് യെസ് പന്തൽ സിസ്റ്റം ഓഫ് ട്രെയിനിങ് ആണ്. പന്തൽ സിസ്റ്റം ഓഫ് ട്രെയിനിങ് ആണ് നമ്മുടെ ഗ്രേപ്സിലും അതുപോലെ തന്നെ സൂപ്പർ ഗ്രേപ്സിലും ഫോളോ ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചത് പന്തൽ സിസ്റ്റം. ഗ്രേപ്സിലെയും എമംഗ് ഡിഫറെന്റ് ട്രെയിനിങ് സിസ്റ്റത്തിൽ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് പന്തൽ സിസ്റ്റം അല്ലെങ്കിൽ പെർഗോള അല്ലെങ്കിൽ ബോവർ സിസ്റ്റം ആണ്. അപ്പൊ മറ്റു പേരുകൾ ഓർത്തിരിക്കുക, ടെലിഫോൺ സിസ്റ്റം അല്ലെങ്കിൽ ഓവർ ഹെഡ് ഡ്രിൽ സിസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇനിയുണ്ടല്ലോ എസ്കലേറ്റർ സിസ്റ്റം അല്ലെങ്കിൽ എസ്കോർഡോൺ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മറ്റു പേരുകൾ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രൂട്ട് പ്ലാന്റ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ബൈ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് വഴി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി പറയുന്നത്, അതായത് ബോത്ത് ബി ആൻഡ് സി, അതായത് സപ്പോർട്ടയും ജാക്ക് ഫ്രൂട്ട്. നമുക്ക് നോക്കാം. സപ്പോർട്ടയും ജാക്ക് ഫ്രൂട്ടും ആണ് കോമൺ ആയിട്ട് നമ്മൾ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്തത്. നമ്മൾ ഓപ്ഷൻ എയിൽ ഗ്ലോ പറയുന്നുണ്ട്. ഗ്ലോവെ എങ്ങനെ കോമൺ ആയിട്ട് എന്റെ കമേഴ്ഷ്യൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്? യെസ്, എയർ ലെയറിംഗ്. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്? ബേസ്ഡ് ഓൺ ക്ലൈമാറ്റിക് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് ഫ്രൂട്ട് എന്ന് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് എല്ലാവരും പറയുന്നത്. യെസ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. സിട്രസ്, ലിച്ചി ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നത്? സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിൽ വരുന്നത്. നമ്മൾ ബാക്കി മാംഗോ, ബനാന, പപ്പായ, ഗോവ അതൊക്കെ ഇവിടെ വരുന്നതാണ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിലാണ്. പിന്നെ ആപ്പിൾ, അങ്ങനെ പ്ലം, പിയർ, പീച്ച് ഇതെല്ലാം തന്നെ ടെമ്പറേറ്റ് ഫ്രൂട്ട്സിൽ വരുന്നതാണ്. അപ്പൊ അതൊരു ബേസിക് കൺസെപ്റ്റ് ആണ്. പക്ഷെ ചിലപ്പോൾ അത് തെറ്റിപ്പോകാൻ സാധ്യത, അത് തെറ്റിക്കരുത്. ലിച്ചി, സിട്രസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് സബ് ട്രോപ്പിക്കൽ ആണ്. ഗ്രേപ്സ് ഒക്കെ സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, അടുത്തത് ചൂസ് ദ ഇൻകറക്റ്റ് പെയർ ഓഫ് സിട്രസ് ഗ്രൂപ്പ്. നമ്മൾ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ, സിട്രസിന്റെ സിംഗിൾ ആൻഡ് തെനേക്കല, ദെൻ ഹോർട്ടിക്കൾച്ചർ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ കുറെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് സയന്റിഫിക് നെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് എല്ലാവരും പറയുന്നത്. ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് നൺ ഓഫ് ദ എബോവ് എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാം കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആ സിട്രസ് ഗ്രൂപ്പിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആൾക്കാരെ ഞാൻ എടുത്തു കൊടുത്തിരിക്കുകയാണ്. യെസ്, കറക്റ്റ് ആണ്. അതായത് സിട്രസ് ഗ്രാൻഡിസ് എന്ന് പറയുന്നത് ടൊമാറ്റോ അല്ലെങ്കിൽ ഷാഡോ, അത് കറക്റ്റ് ആണ്. സിട്രസ് പാരഡൈസ് എന്ന് പറയുന്നത് ഗ്രേപ്പ് ഫ്രൂട്ട്, അതും കറക്റ്റ് ആണ്. സിട്രസ് റെറ്റിക്കുലർ മാൻഡറിൻ ഓറഞ്ച്. ഓക്കെ, അപ്പം എല്ലാം തന്നെ കറക്റ്റ് ആയിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് സിട്രസ് സൈനസ് അങ്ങനെ കുറെ ഉണ്ട്. സ്വീറ്റ് ഓറഞ്ച്, പിന്നെ സോർ ഓറഞ്ച്, പിന്നെ സിട്രസ് നൊബിലിസ്, അങ്ങനെ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ ഇൻഫിനിറ്റി അനുസരിച്ചുള്ള 5 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഹോർട്ടിക്കൾച്ചറൽ ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. ലൈഫ് ഗ്രൂപ്പ്, അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതൊരു എക്സ്ട്രാ റെഫറൻസ് പോലെ, എക്സ്ട്രാ റെഫറൻസ് അല്ല, നമുക്ക് TOP സിട്രസിന്റെ കുറച്ച് കാര്യങ്ങൾ, മാൻഡറിൻ ഓറഞ്ചിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ സിലബസിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെമസ്റ്റർ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതിനാണ്. അപ്പൊ അതുകൊണ്ട് ഹോർട്ടിക്കൾച്ചറൽ ക്ലാസിഫിക്കേഷൻ ഇതിന്റെയൊക്കെ നെയിംസും അറിഞ്ഞിരിക്കും. ഓക്കെ, അടുത്തത് ഹെൻ ആൻഡ് ചിക്കൻ ഡിസോർഡർ ഇൻ ഗ്രേപ്സ് ഈസ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി. ഇത് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ്, പല ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിന്റെയും ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൻ ആൻഡ് ചിക്കൻ ഡിസോർഡർ ഇൻ ഗ്രേപ്സ് ഈസ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ്, യെസ് ആൻസർ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ബോറോൺ. ബോറോൺ ഡെഫിഷ്യൻസി ആണ്. ഇത് കൂടാണ്ട് നമുക്ക് ഷോർട്ട് ബെറി, വാട്ടർ ബെറി എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൻ ആൻഡ് ചിക്കൻ ഡിസോർഡർ, ഇങ്ങനെ 3 ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഗ്രേപ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് ഓർത്തിരിക്കാം. അടുത്തത് സീഡ്ലെസ്നെസ് ഇൻ ബ്ലാക്ക് കോറിൻ വെറൈറ്റി ഓഫ് ഗ്രേപ്സ് ഈസ് ഡ്യൂ ടു. സീഡ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ പാർത്തനോകാർപ്പി. ഏത് പാർത്തനോകാർപ്പിയാണ് ബ്ലാക്ക് ഓറഞ്ച് വെറൈറ്റിയിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, ഓപ്ഷൻ സിയും പറയുന്നുണ്ട്. കൺഫ്യൂഷൻ വന്നുപോയോ? ഏതായിരുന്നു? ഓപ്ഷൻ സി, സ്റ്റെനോസ്പെർമോകാർപ്പി. സ്റ്റെനോസ്പെർമോകാർപ്പി ആണ് നമുക്ക് എവിടെയുള്ളത്? ബ്ലാക്ക് ഓറഞ്ച് വെറൈറ്റിയിൽ, തോംസൺ സീഡ്ലെസ്സിലൊക്കെ സ്റ്റെനോസ്പെർമോകാർപ്പി ആണ്. ഇത് കൂടാണ്ട് നമുക്ക് ഒരു മാംഗോ വെറൈറ്റിയിൽ കൂടിയുണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്ത. യെസ്, സിന്ധു വെറൈറ്റി ഓഫ് മാംഗോയിലും സ്റ്റെനോസ്പെർമോകാർപ്പി ആണ്. 3 തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. വെജിറ്റേറ്റീവ് പാർത്തനോകാർപ്പി, സ്റ്റിമുലേറ്റീവ് പാർത്തനോകാർപ്പി, സ്റ്റെനോസ്പെർമോകാർപ്പി. ഇത് 3 തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും അറിയായിരിക്കും. വെജിറ്റേറ്റീവ് എന്ന് പറയുന്നത് പോളിനേഷൻ, അങ്ങനെ സ്റ്റിമുലസ് കാര്യങ്ങളൊന്നും, ഒരു സ്റ്റിമുലസോട് കൂടിയിട്ടുള്ളത് സ്റ്റിമുലേറ്റീവ്. സ്റ്റെനോസ്പെർമോകാർപ്പി എന്ന് പറയുമ്പോൾ പോളിനേഷനും ഫെർട്ടിലൈസേഷനും ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കും. എംബ്രിയോ അബോർഷൻ സംഭവിച്ചതാണ് സ്റ്റെനോസ്പെർമോകാർപ്പി എന്ന് പറയും. ക്ലിയർ ആണല്ലോ?
അപ്പൊ അതിനകത്ത് ഓർത്ത് വെക്കേണ്ട രണ്ട് ആസ്പെക്ട്, ബ്ലാക്ക് ഓറഞ്ച് വെറൈറ്റി ഓർക്കുക, അത് നമുക്ക് ചോദിക്കാൻ സാധ്യതയാണ്. സിന്ധു വെറൈറ്റി ഓഫ് മാംഗോ, ഓക്കെ, ടീനോസ്പെർമോകാർപ്പിയാണ് കാണുന്നത്. അടുത്തത് ചൂസ് ദ കറക്റ്റ് പേർ. എന്താണ് ഇത്? മൊറേഷ്യസ് ഫ്രൂട്ട്സ്, മൊറേസിയ ഫാമിലിയിൽ വരുന്ന ഫ്രൂട്ട്സിന്റെ കോമൺ നെയിം സയന്റിഫിക് നെയിമാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സി പറയുന്നുണ്ട്. ഓപ്ഷൻ സി, അതായത് ബ്രെഡ് ഫ്രൂട്ട് ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആരെങ്കിലും പറയുന്നുണ്ടോ? എല്ലാവരും ഓപ്ഷൻ സി ആണോ പറയുന്നത്? ഓപ്ഷൻ ഡി ആരെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് ഓപ്ഷൻ സി, അതായത് ആർട്ടോകാർപ്പസ് ഓൾട്ടിലിസ് ആണ് ബ്രെഡ് ഫ്രൂട്ട്. ഓപ്ഷൻ എ ബി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചാൽ മതി. ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് ആണ്. ആഞ്ഞിലി എന്ന് പറയുന്നത് ആർട്ടോകാർപ്പസ് ഹിർസ്റ്റിസ്. ഓക്കെ, അപ്പൊ അത് മാറിപ്പോരുത്. മെയിൻ ആയിട്ടുള്ള കുറച്ച് മൊറേഷ്യസ് ഫ്രൂട്ട്സ് ആണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, ആഞ്ഞിലി, ബ്രെഡ് ഫ്രൂട്ട്. ഇത് കൂടാണ്ട് മൊറേസിയ ഫാമിലിയിൽ വരുന്ന വേറെ ക്രോപ്സ് ഏതൊക്കെയായിരുന്നു? മൊറേഷ്യസ് ഫ്രൂട്ട്സിൽ വരുന്ന കോമൺ ആയിട്ടുള്ള നോക്കി ആപ്റ്റോകാർപ്പസ് ജീനസിൽ ഇത് മൂന്ന് പറയുന്നുണ്ട്. ഇത് കൂടാണ്ട് മൾബറി ഉണ്ട്, മോറസ് ആൽബി ഉണ്ട്, പിന്നെന്തുണ്ടായിരുന്നു? ഫിഗ് ഉണ്ട്, ഫൈക്കസ് കെരിക്ക, ഫിഗ് ഉണ്ട്. അപ്പൊ ഫിഗ്, മൾബറി, ജാക്ക് ഫ്രൂട്ട്, ആഞ്ഞിലി, ബ്രെഡ് ഫ്രൂട്ട്, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള മൊറേഷ്യസ് ഫ്രൂട്ട്സിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് വെസ്റ്റ് ഇന്ത്യൻ ചെറി? വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ സയന്റിഫിക് നെയിം ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് വെസ്റ്റ് ഇന്ത്യൻ ചെറിയ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താണ്? വെസ്റ്റ് ഇന്ത്യൻ ചെറിയ അല്ലെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു. വെസ്റ്റ് ഇന്ത്യൻ ചെറിയ അല്ലെങ്കിൽ യെസ്, ബാർബഡോസ് ചെറി. അതിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ദ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് യെസ് വൈറ്റമിൻ സി, റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. അപ്പൊ അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, അത് ഓർക്കുക. വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ബാർബഡോസ് ചെറി, ദേ ആർ ദ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന വാട്ട് സയന്റിഫിക് നെയിം? സയന്റിഫിക് നെയിം ഈസ് മാൾപീജിയ പിനിസിഫോളിയ. മാൾപീജിയ പിനിസിഫോളിയ എന്നാണ്. ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന കരീസ കരാണ്ടസ് എന്താണ്? കരീസ കരാണ്ടസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കരീസ കരാണ്ടസ് യെസ്, ബേക്കറി ചെറി. ബേക്കറി ചെറിയാണ് കരീസ കരാണ്ടസ്. ഏഗിൾ മാർമെലോസ്, ഏഗിൾ മാർമെലോസ് ബെയിൽ, ഏഗിൾ മാർമെലോസ് ബെയിലാണ്. ഇതിന്റെയൊക്കെ ഫാമിലി അറിയാവോ? മാൾപീജിയ പിനിസിഫോളിയയുടെ ഫാമിലി ഏതാണ്? മാൾപീജിയ പിനിസിഫോളിയ എന്ന് പറയുന്നത് ഏത് ഫാമിലി ആയിരുന്നു? നമ്മൾ മൈനർ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് യെസ്, മാൾപീജിയസെ, മാൾപീജിയസെ. കരീസ കരാണ്ടസ് അല്ലെങ്കിൽ ബേക്കറി ചെറിയുടെ ഫാമിലി ഏതായിരുന്നു? കരീസ കരാണ്ടസ് അല്ലെങ്കിൽ ബേക്കറി ചെറി ബിലോങ്സ് ടു ദ ഫാമിലി യെസ്, അപ്പോസൈനേസിയ. അപ്പോസൈനേസിയ ഫാമിലിയിലാണ്. ഏഗിൾ മാർമലോസ് അല്ലെങ്കിൽ ബെയിൽ അല്ലെങ്കിൽ നമ്മൾ കൂവളം എന്ന് പറയും, അതിന്റെ ഫാമിലി ഏതായിരുന്നു? നമ്മളത് മെഡിസിനൽ പ്ലാന്റ്സിലും പഠിച്ചു, മൈനർ ഫ്രൂട്ട്സിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഫാമിലിയാണ്? യെസ്, റൂട്ടേസിയ ഫാമിലിയാണ്. റൂട്ടേസിയ കറക്റ്റ്. അടുത്തത് നെഫീലിയം ലെപ്പേസി. നെഫീലിയം ലെപ്പേസി ഏതാണ്? നെഫീലിയം ലെപ്പേസി എന്ന് പറയുന്നത് സോറി, നെഫീലിയം ലെപ്പേസിയം യെസ്, റംബുട്ടാൻ. റംബുട്ടാന്റെ ഫാമിലി ഏതാണ്? യെസ്, സാപ്പിൻഡിയേസിയ. സാപ്പിൻഡിയേസിയ. സാപ്പിൻഡിയേസിയ ഫാമിലിയിൽ വരുന്ന വേറൊരു ഫ്രൂട്ട് ക്രോപ്പ് പറയാമോ? വേറൊരു മൈനർ ഫ്രൂട്ട് ക്രോപ്പ് സാപ്പിൻഡിയേസിയയിൽ നിന്ന് വരുന്ന ലിച്ചി. ലിച്ചി സാപ്പിൻഡിയേസിയ ഫാമിലിയിലാണ്, അത് ഓർത്ത് വെക്കുക. നെഫീലിയം ലെപ്പേസിയം റംബുട്ടാൻ. Then papaya can be commercially propagated by mound layering, seeds, stooling and all of these. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും പറയുന്നുണ്ട്. ഓപ്ഷൻ ഡിയും പറയുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ പലതവണ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വീണ്ടും എന്ത് വെച്ച് കൺഫ്യൂഷൻ വരുന്നത് നമുക്ക്? ആൻസർ ഇസ് സീഡ്സ്. ക്വസ്റ്റൻ എന്താണ്? പപ്പായ ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ബൈ എന്നല്ല, പപ്പായ ക്യാൻ ബി കമേഴ്ഷ്യലി പ്രൊപ്പഗേറ്റഡ്. നമ്മുടെ കമേഴ്ഷ്യൽ പ്രൊപ്പഗേഷൻ മെത്തേഡ് പപ്പായയുടേത് സീഡ്, നമ്മൾ സീഡ്ലിങ്സ് വഴി തന്നെയാണ്, അതായത് സീഡ്ലിങ്സ് വഴി തന്നെയാണ് പപ്പായ കമേഴ്ഷ്യലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമുക്ക് POPയിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കമേഴ്ഷ്യലി പപ്പായ ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ സീഡ്സ്. എന്നിട്ട് നമ്മുടെ സീഡ് പ്രൊപ്പഗേഷന്റെ ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി പ്രൊപ്പഗേറ്റഡ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ലൈക്ക് മൗണ്ട് ലെയറിംഗ്. മൗണ്ട് ലെയറിംഗിന്റെ മറ്റൊരു പേരാണ് സ്റ്റൂളിംഗ്. മൗണ്ട് ലെയറിംഗും സ്റ്റൂളിംഗും നമുക്ക് അല്ലെങ്കിൽ ലെയറിംഗ് നമുക്ക് മെത്തേഡ് ഇവിടെ ചെയ്യാം, പപ്പായയിൽ ചെയ്യാം. പക്ഷെ ഈവൻ നമ്മൾ എന്താണ് കമേഴ്ഷ്യൽ മെത്തേഡ് ആയിട്ട് പറയുന്നത് സീഡ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് മാറിപ്പോരുത്.
അപ്പം പപ്പായ ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ബൈ നേരത്തെ നമുക്ക് ഓൾ ഓഫ് ദ എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാം. കൊമേഴ്ഷ്യലി നമുക്ക് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ സീഡ്സ് ആണ് പ്രൊപ്പഗേറ്റ് കൊമേഴ്ഷ്യൽ പ്രൊപ്പഗേഷൻ മെത്തേഡായിട്ട് പപ്പായയിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇപ്പം കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഡൗട്ട്സ് മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ ഓർ ഗ്രോത്ത് റെഗുലേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ഈൽഡ് ഇൻ മാംഗോ ട്രീസ്. വളരെ കോമൺ ആണ്. ബോത്ത് എ ആൻഡ് ബി എന്ന ആൻസർ പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. യെസ്, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന് പാക്ലോബ്യൂട്രസോൾ നമുക്ക് അതിന്റെ ട്രേഡ് നെയിം എന്ന് പറയുന്നത് കൾട്ടാർ എന്ന് പറയുന്ന പേരിൽ വാങ്ങാൻ കിട്ടും. അത് നമ്മൾ സെപ്റ്റംബർ മാസങ്ങളിൽ കൊടുക്കും. 5 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് സെപ്റ്റംബർ മാസങ്ങളിൽ കൊടുക്കുന്നതിന്റെ കാരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറിൽ കൊടുത്തെങ്കിലേ നമുക്കത് ഫ്ലവർ ഇനിഷ്യേഷൻ ഒക്കെ സംഭവിച്ചത് ഒരു ഡിസംബർ ടു ജാനുവരി സമയങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്തേക്ക് ഫ്ലവർ ഇനിഷ്യേഷൻ സംഭവിക്കത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കെമിക്കലാണ് പാക്ലോബ്യൂട്രസ് അല്ലെങ്കിൽ കൾട്ടാർ ആപ്ലിക്കേഷൻ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? അടുത്തത് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സീറോ എനർജി കൂൾ ചേമ്പർ? പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് കൂടി ഇതിന്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സീറോ എനർജി കൂൾ ചേമ്പർ? ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓപ്ഷൻ യെസ്, ഇവാപ്പറേറ്റീവ് കൂളിംഗ്. ഇവാപ്പറേറ്റീവ് കൂളിംഗ് വഴിയാണ് നമുക്കറിയാം ഡബിൾ വോൾട്ട് സ്ട്രക്ചർ ആണ്. അപ്പം ഔട്ടർ ടെമ്പറേച്ചറിനേക്കാളും നമ്മുടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അത് ഇവാപ്പറേറ്റീവ് കൂളിംഗ് വഴിയാണ് മീൻസ് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് എന്ത് തരത്തിലുള്ള മെത്തേഡാണ് സീറോ എനർജി കൂൾ ചേമ്പർ? അത് എവിടെയാണ് ഡെവലപ്പ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ അത് പറഞ്ഞാൽ അത് എവിടെ ഡെവലപ്പ് ചെയ്തത്? യെസ്, IARA ആയതുകൊണ്ട് നമ്മൾ അതിന് പൂസ സീറോ എനർജി കൂൾ ചേമ്പർ ZECC കണ്ടാലും പൂസ സീറോ എനർജി കൂൾ ചേമ്പർ എന്ന് കണ്ടു കഴിഞ്ഞാലും ഓർക്കുക. അത് IARA ഡെവലപ്പ് ചെയ്തത് എന്ത് സ്ട്രക്ചർ ആണ്? ലോ കോസ്റ്റ് ഷോർട്ട് ടേം സ്റ്റോറേജ് സ്ട്രക്ചർ ആണ്. നമുക്ക് ഫാം ലെവൽ അല്ലെങ്കിൽ ഫീൽഡ് ലെവലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ലോ കോസ്റ്റ് മെത്തേഡാണ്. ഷോർട്ട് ടേം, കുറച്ച് നാളത്തേക്ക് അങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കൊരു പെർമനന്റ് മെത്തേഡ് ഓഫ് ഇതായിട്ട് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ?